അമ്മാസ് രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി യാത്രയുടെ വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. കുക്കിംഗ് വ്ളോഗ് അല്ല ചെയ്യുന്നത്, ഒരു സൂപ്പർ യാത്രയാണ്. നമ്മൾ വാഗമണിലേക്കാണ് പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ പറയുന്നുണ്ട്. ആദ്യത്തെ ടൂറ് നമ്മൾ ഇന്ന് വാഗമണ്ണും പരുന്തുംപാറയെല്ലാം പോവുകയാണ്. കട്ടത്തറ നിവാസികൾ അല്ലെങ്കിൽ പുഴയോര നിവാസികൾക്കെല്ലാം ആഹ്ലാദകരമാകുന്ന രീതിയിലുള്ള ഒരു യാത്ര ഞങ്ങൾ പുറപ്പെടുകയാണ്. മാതൃകയായിട്ട് മറ്റുള്ള റെസിഡൻസ് അസോസിയേഷനൊക്കെ മാതൃകയായിട്ട് ഈ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളെ ഏറ്റവും വലിയ വിജയം. കൂടുമ്പോൾ ഇമ്പോളാണല്ലോ കുടുംബം. എല്ലാവരുടെ കൂടി ഞങ്ങൾ ഹാപ്പിയാകാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും വരണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ശരിക്കും കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അവിടെ നമ്മൾ മീനച്ചിലാറിൻ്റെ തീരത്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അവരെല്ലാവരും കൂടെ, അതായത് പുഴയോരം എന്ന് പറയുന്നൊരു റെസിഡൻസ് ഫാമിലി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് പേര് തന്ന് നമ്മളെല്ലാവരും കൂടെ വാഗമണ്ണിൽ ഒരു പിക്നിക്ക് പോവുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ പോവുകയാണ്. ഭയങ്കര ഒരു അടിപൊളി പിക്നിക്കായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. മഴ സീസണാണല്ലോ, മൺസൂൺ വാഗമൺ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ലീവൊക്കെ എടുത്ത്, സൺഡേ ആയിരുന്നു, അപ്പോൾ എല്ലാവരും ഫ്രീ ആയി. എല്ലാവരും അന്നത്തെ ദിവസം മാറ്റി വെച്ച് വളരെ സന്തോഷമായിട്ട് എല്ലാവരും കൂടെ യാത്ര പോവുകയാണ്. അടിപൊളി ഒരു പിക്നിക്കായിരുന്നു. മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ശരിക്കും യാത്രയായിരുന്നു കേട്ടോ, വാഗമണിലോട്ടുള്ള യാത്ര. അങ്ങനെ എല്ലാവരും ബസ്സിൽ റെഡിയായി വന്നിരിപ്പുണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ തയ്യാറായിട്ട്, എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. പിള്ളേരും ഉണ്ട്, കുറച്ച് കുട്ടികൾ സെറ്റുകളും ഉണ്ട്. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊരു യാത്ര, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പുഴയോരം റെസിഡൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്ന ഒരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ ബസ്സിലെല്ലാവരും കയറി നമ്മൾ വന്നു. ഈ കരിക്കോട് വാഗമണ്ണിലേക്ക് നമ്മൾ പോകുമ്പോൾ കരിക്കോട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതാണ് ഇവിടെ കുറേ ദൂരം. നമ്മൾ പാല വഴിയാണ് പോകുന്നത്. പാല ത്രൂ ആണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വാഗമൺ ചെന്ന് കഴിയുമ്പോൾ, വാഗമൺ ആകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കരിക്കോട് വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ബസ് നിർത്തി എല്ലാവരും ഇറങ്ങി കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല കാറ്റ്, നല്ല തണുപ്പുമായിരുന്നു. മഴയൊന്നും പെയ്തില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് വെയിലാകും, നമുക്ക് മൺസൂൺ വാഗമൺ ആസ്വദിക്കാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വാഗമണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയും നല്ല രസവുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കരിക്കോട് വ്യൂ പോയിന്റിൽ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി. നമ്മൾ രാവിലെ 7 മണിക്ക് യാത്ര തിരിച്ചു കേട്ടോ. 7 മണിക്ക് യാത്ര തിരിച്ച് ആണ് ഇങ്ങനെ വാഗമണിലൂടെ നമ്മൾ പോവുകയാണ്. അങ്ങനെ വാഗമണിൻ്റെ മൊട്ടക്കുന്ന് പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുവാണ്. ഇപ്പോൾ ഇതാണ് വാഗമൺ മെഡോസ് എന്ന് പറയുന്ന മൊട്ടക്കുന്നുകളുണ്ടല്ലോ, അതിലേക്കുള്ള യാത്രയാണ്. ഇങ്ങനെ നടന്നു പോകണം. നമ്മൾ ബസ് കൊണ്ട് നിർത്തിയിട്ടിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിലൂടെ പോകുന്നത്. 50 രൂപയാന്ന് തോന്നുന്നു ടിക്കറ്റിൻ്റെ റേറ്റ്. നമ്മളിങ്ങനെ പോയിട്ട് പല മൊട്ടക്കുന്നുകളുണ്ട്, മെഡോസ് ഉണ്ട് കേട്ടോ. അതിലേതിൽ വേണമെങ്കിലും നമുക്ക് കയറി എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ എല്ലാവരും കൂടെ നടന്ന് ഞങ്ങളിങ്ങനെ പോവുകയാണ്. വളരെ നല്ല കാറ്റായിരുന്നു, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും തണുപ്പുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. മൊട്ടക്കുന്നിൽ കയറിയപ്പം എല്ലാവർക്കും തണുത്ത് വിറയ്ക്കുന്ന പോലത്തെ കാറ്റായിരുന്നു. കണ്ടില്ലേ, നല്ല കാറ്റായിരുന്നു. കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ക്ലൈമറ്റിലാണ് നമ്മൾ ആ മെഡോസിൽ ചെന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും ഏറ്റവും വലിയ മലയുടെ ഏറ്റവും വലിയൊരു കുന്നുണ്ട്, അതിൻ്റെ മേളിലൊക്കെ കയറി. ഞാൻ അത്രയ്ക്കൊന്നും പോയില്ല, എന്നാലും ഭയങ്കര രസമായിരുന്നു. അടിച്ചു പൊളിച്ചൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മഴ തുടങ്ങിയത് കേട്ടോ. മഴ ചാറി തുടങ്ങിയായിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് വാഗമണ്ണും പരുന്തുംപാറയായിരുന്നു നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നേ. പരുന്തുംപാറ പോവും, അവിടുന്ന് തിരിച്ച് പോരും എന്നുള്ളതാണ്. വാഗമണ്ണി നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. അവിടുന്ന് ഏലപ്പാറ വഴി പരുന്തുംപാറയ്ക്ക് പോവും. എന്നിട്ട് പരുന്തുംപാറ കുറേ സമയം എൻജോയ് ചെയ്ത് തിരിച്ച് പോരും എന്നുള്ളതായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ വാഗമണ്ണിൽ, അവിടെയും നമ്മൾ പോയി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ മൊട്ടക്കുന്നിലൂടെ കയറി പോവുകയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. പോയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോകണം, പ്രത്യേകിച്ച് ഈ മൺസൂൺ സീസണിൽ. ഒരുപാട് മഴ പെയ്യുമ്പം പോകരുത്, ചെറിയ ചാറ്റൽ മഴയുള്ള സമയത്ത് വാഗമണ്ണിൽ പോകണം. ഭയങ്കര വൈബാണ് കേട്ടോ, നല്ല അടിപൊളി വൈബാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും രസമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മൊട്ടക്കുന്നെല്ലാം കയറി അടിച്ചു പൊളിച്ചു. ഇതിനിടയിൽ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി, തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു. ഒരു കാറ്ററിംഗ്കാരെ കൊണ്ട് നമ്മൾ ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി, മുളകും ഒക്കെ ഉണ്ടാക്കിച്ചിട്ട് ചായയൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് നിർത്തി ബസ്സിൽ നിർത്തി കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഗമണിലേക്ക് യാത്ര തിരിച്ചത്.
അങ്ങനെ നമ്മൾ മെഡോസിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി. ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം നമുക്ക് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് പൈൻ വാലി ഫോറസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി ഇവിടെ വന്ന്, ഇവിടെയാണ് പാർക്കിങ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ പൈൻ വാലിയിലേക്ക്. പക്ഷെ നല്ല മഴയായിരുന്നു, കണ്ടില്ലേ, ചെളിയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും, നല്ല അടിപൊളി മഴയായിരുന്നു. എന്നാലും ഞങ്ങൾ നടന്ന് കുടയൊക്കെ ചൂടി റെയിൻ കോട്ടൊക്കെ ഇട്ട് നമ്മളിതാ പൈൻ വാലിയിലെത്തി. ഭയങ്കര രസമാണ് മഴയത്ത് പൈൻ വാലിയിൽ, നല്ല രസമായിരുന്നു. അട്ടയൊക്കെ ഉണ്ട് കേട്ടോ, കടിക്കുന്ന അട്ടയൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ വീഡിയോ കിട്ടിയില്ലേ, പൈൻ വാലിയുടെ വലിയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. മഴ കാരണം നമുക്ക് ഫോണൊന്നും വെളിയിൽ എടുക്കാൻ പറ്റാണ്ടായിപ്പോയി. ചെറിയൊരു വീഡിയോയേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു 12:30 ആയപ്പോഴത്തേക്കും ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. എല്ലാവർക്കും ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ നടപ്പെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചു. പിള്ളേരൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മളൊക്കെ വെറുതെ വെജിറ്റേറിയൻ ഊണ് കഴിച്ചു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ പരുന്തുംപാറയിലോട്ടുള്ള യാത്ര. കണ്ടില്ലേ, അപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടുണ്ടല്ലോ നല്ല കോട ഇറങ്ങിയായിരുന്നേ, നല്ല കോട മഞ്ഞായിരുന്നു. എന്നാലും അതിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പരുന്തുംപാറയിലേക്ക് പോവുകയാണ്. അതും ഭയങ്കര ഒരുപാട് വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലമാണ് ഈ വാഗമണ്ണിൽ നിന്ന് പരുന്തുംപാറയിലോട്ടുള്ള യാത്രയെ. ടീ എസ്റ്റേറ്റിന് നടുവിൽ കൂടെയാണ് പോകുന്നത്. അതേപോലെ ഒരുപാട് മലകളും എന്താ പറയുക എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുമുള്ള യാത്ര, ഭയങ്കര ഭംഗിയുള്ളൊരു യാത്രയാണ് ഈ വാഗമണ്ണിൽ നിന്ന് പരുന്തുംപാറയിലോട്ടുള്ള യാത്ര. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഈ കോടയും കൂടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് യാത്ര തിരിച്ചു. പരുന്തുംപാറ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്തെ. കണ്ടില്ലേ, ഇതാണ് പരുന്തുംപാറ. പരുന്തിൻ്റെ ഷേപ്പിലുള്ള ഒരു പാറയുണ്ട്, അതാണ് പരുന്തുംപാറ എന്നറിയപ്പെടുന്നത്. കണ്ടില്ലേ, പരുന്തിൻ്റെ ചുണ്ടും ഒക്കെ ആയിട്ട് കൊക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ആ പാറയുടെ അങ്ങറ്റം വരെ പോകുന്നുണ്ട് കേട്ടോ, ആൾക്കാർ നടന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവിടെയും പോയി നമ്മൾ വീണ്ടും തിരിച്ചു പോന്നു. ബസ്സിൽ കയറി തിരിച്ചു പോരുവാണ്. വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടാവും. 5:30-6 ആയപ്പോഴായിരിക്കും കയറിയത്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കോടമഞ്ഞുണ്ടായിരുന്നു, നല്ല ഫോഗായിരുന്നു. എന്നാലും നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി പോന്നു. തിരിച്ച് നമ്മൾ കുട്ടിക്കാനം വഴിയാണ് വരുന്നത്. കുട്ടിക്കാനം, കാഞ്ഞിരപ്പള്ളിയൊക്കെ വഴി, പാലാ വഴി നമ്മൾ കിടങ്ങൂർ എത്തുക ചെയ്തത്. നല്ല രസമായിരുന്നു യാത്ര. അടിച്ചു പൊളിച്ച് എല്ലാവരും, ഒരാളെന്നില്ലാതെ എല്ലാവരും അടിച്ചു പൊളിച്ച ഒരു യാത്രയായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ. നമ്മുടെ റെസിഡൻസിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ടൂറായിരുന്നു. ആ ടൂർ എന്താണേലും എല്ലാവരും എൻജോയ് ചെയ്തു. ഒരാൾക്കും ഒരു ക്ഷീണമോ വേദനകളോ മടുപ്പോ ഒന്നും വന്നില്ല. എല്ലാവരും അടിച്ചു പൊളിച്ചു. ഇത് കണ്ടില്ലേ, രാത്രിയിലെ വൈബാണ്. നല്ല മഞ്ഞാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തി. ഒരു 9:30 ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ എല്ലാവരും ഒന്ന് പോകണം കേട്ടോ ഈ ഒരു സീസണിൽ. ഈ മഴ സീസണിലൊന്ന്, ഒരുപാട് വലിയ മഴയുള്ളപ്പോഴല്ല, അല്ലാത്തൊരു ചെറിയ മഴയുള്ളപ്പോൾ എല്ലാവരും ഒന്ന് ശരിക്കും പറഞ്ഞാൽ വാഗമൺ, പരുന്തുംപാറ ഒക്കെ യാത്ര ചെയ്യണം. പാഞ്ചാലിമേട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കോട്ടയം ജില്ലയിൽ കാണാനായിട്ട്. ഭയങ്കര രസവുമാണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമുക്ക് ബോറടിക്കത്തില്ല, അതാണ് അതിൻ്റെ ഒരു ഇതേ. നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും, അതാണ് ഒരു പ്രത്യേകത. സൂപ്പറായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്ര സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മുടെ വാഗമൺ യാത്ര ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും, ഉടനെ വരുന്നതായിരിക്കും. ഓണമല്ലേ, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ഞാൻ വീഡിയോ കാണിക്കും. കുറേ പായസങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, എല്ലാം ഞാൻ കാണിക്കും. അപ്പോൾ ബൈ.